പഞ്ചാബിന്റെ ഭരണം നമ്മൾ പഠിക്കണം, അതേപോലെ ഡൽഹിയിലെ ഭരണമാറ്റങ്ങൾ നമ്മൾ പഠിക്കണം. ഇവിടെ ഈ പിണറായി വിജയൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിയാസത്തിന് നമ്മൾ ഇതിനകത്ത് പ്രതിഷേധിച്ചിട്ട് ഒരു കാര്യവുമില്ല. നാം ചെയ്യേണ്ടത് അങ്ങനെ മാതൃകയായിട്ട് ലോകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ രാജ്യത്തുണ്ടെങ്കിൽ, അങ്ങനത്തെ വ്യക്തികളുണ്ടെങ്കിൽ അവരെ നമ്മൾ അനുകരിച്ചുകൊണ്ട്, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട് അവരെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുക, ആ ആശയം പ്രചരിപ്പിക്കുക, അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക. അല്ലാതെ ഇവന്മാർക്ക് എതിരെ വർത്താനം പറഞ്ഞത് യാതൊരു കാര്യവുമില്ല. നമ്മുടെ സമയം പോകുന്നത് നമുക്ക് യാതൊരു സംഭവിക്കാൻ പാടില്ല. സത്യം, ഇത് നമ്മുടെ അനുഭവമാണ് ഈ പറയുന്നത്. ഒരു കാലത്ത് ഇവിടെ പെട്രോളിന് 1 രൂപ കിട്ടുമ്പോ ബന്ധാണ്, നമുക്കറിയാലോ. അത് എത്രത്തോളം ബന്ധുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ 1 രൂപ പെട്രോളിന് ഇവിടെ കൂട്ടുമ്പോ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ എത്തിക്കാൻ, കടകൾ വെല്ലുവിളിക്കാൻ ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതിനെ എത്ര നിസ്സാരമായിട്ടാണ്, വളരെ നിഷ്പ്രയാസമാണ് അതിനെ അടിച്ചമർത്തിയത്. എന്താണ്? ഡെയിലി കൂട്ടുക, എല്ലാ ദിവസവും പെട്രോൾ വില കൂട്ടുക. സുഖമില്ലേ? എല്ലാം ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതാണ് അതുകൊണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മള് ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടുന്നു, അപ്പൊ പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധം എന്താ പറയാ, ആറുന്നതിന് മുമ്പ് തന്നെ അടുത്ത സാധനം വന്നു കഴിഞ്ഞു. അപ്പൊ ഇത് വിട്ട് പിന്നെ ജനങ്ങളെ എന്റെ പുറകെ പോയി. ഇവർക്ക് യാതൊരു ഒരു ഉളുപ്പുമില്ല, ഇക്കാര്യത്തിലൊന്നും ഒരു ഉളുപ്പുമില്ല. ജനങ്ങൾ എന്നുള്ള സപ്പോർട്ട് ഉള്ളതായിട്ട് ചിന്തിക്കുന്നേ ഇല്ല. ഇത്രയും ഇപ്പൊ എത്രയോ വലിയ സംഭവങ്ങളുണ്ട്, എത്രയോ സ്കാമുകൾ ഉണ്ടായി ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടും. അതേപോലെ എന്താണ്, ഒരു പെണ്ണിന്റെ പുറകെ സ്വപ്ന അല്ലേ, എന്തൊക്കെ നടന്നു. നമ്മൾ വിചാരിച്ചു ഇപ്പൊ തന്നെ എല്ലാവരും അറസ്റ്റ് ചെയ്യും, വീഡിയോ അങ്ങനെ ചെയ്യും, വീഡിയോ ഇങ്ങനെ ചെയ്യും. വല്ലതും നടന്നോ? ഒരു പുസ്തകം വരെ എഴുതി അവർ. ഇവിടെ എന്ത് പ്രതിഷേധം ഉണ്ടായി? സോഷ്യൽ മീഡിയ കൂടി കുറെ പ്രതിഷേധങ്ങൾ ഇങ്ങനെ എല്ലാവരും നല്ല രസത്തോടും എല്ലാം വായിച്ചു, അവരുടെ സ്റ്റോറികൾ വായിച്ചു, അതേപോലെ സരിതയുടെ സ്റ്റോറി വായിച്ചു. എല്ലാവരും ഇങ്ങനെ രോമാഞ്ചം കൊണ്ടുവന്നുള്ള കവിഞ്ഞ് എന്ത് സംഭവിച്ചു? അപ്പൊ ജനതയെ അങ്ങനെ കണ്ടീഷൻ ചെയ്തു കഴിഞ്ഞു. ജനങ്ങൾ അത് പ്രിപ്പയർഡാണ്. നമുക്ക് ഒന്നും സർക്കാരിൽ നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാടയിൽ വീട് ഒരാൾ മരിച്ചു, റോഡിലെ കട്ടൽ വീട് എത്ര പേര് മരിക്കുന്നു? കർഷകർക്ക് ഏറ്റവും വലിയ സങ്കടം അത് നമ്മൾ അറിയാതെ ഏറ്റെടുക്കാതെ, എന്നാൽ ഏറ്റവും ആദ്യം ഏറ്റെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കർഷകരുടെ വിഷയം. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ തീന്മേശയിൽ നിന്ന് ആ ചോറ് വായിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇത് ഉണ്ടാക്കിയവരിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണെന്നുള്ളത്? നമ്മൾ ആലോചിച്ചിട്ടില്ല. വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണത്. നാം ആദ്യം ആം ആദ്മി പാർട്ടിയുടെ ഏത് പാർട്ടി ആയിക്കോട്ടെ ആദ്യം ഏറ്റെടുക്കേണ്ടത് ഈ കർഷകരുടെ വിഷയമാണ്. അത് സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം. അവരുടെ വിഷയം നമ്മൾ നേരിട്ട് മനസ്സിലാക്കണം. അവർക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അവർക്ക് കൊടുക്കാൻ ശ്രമിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ സർക്കാർ അവര് താഴ്ന്ന വില കൊടുത്തില്ല, നെല്ല് മേടിച്ചിട്ട് വില കൊടുത്തില്ല, ഇതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം എന്താ പറയാ, കൃഷി ഇറക്കാനായിട്ട് പണമില്ല, അല്ലെങ്കിൽ ഈ പ്രാവശ്യം ലോൺ എടുത്ത് കൃഷി ഇറക്കി അതിന് കാശ് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. ജപ്തി. ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വളരെ വേദനാജനകമായിട്ടൊരു ഇത് വായിച്ചു. കഴിഞ്ഞ കോവിഡ് കാലത്ത് എത്രയോ 40 ഏക്കറിലെ എന്തോ റംബുട്ടാൻ കൃഷിയാണെന്ന് എനിക്ക് തോന്നുന്ന മനസ്സിൽ ചെയ്ത ആ കർഷകർ കടപ്പെട്ടു പോയിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. 50 ലക്ഷം രൂപ 75 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. ആരുടെ കുറ്റം? ഇവര് ഉണ്ടാക്കിയ കോവിഡ് എന്ന് പറഞ്ഞുണ്ടാക്കിയ മഹാമാരി ഇവര് സൃഷ്ടിച്ചതല്ലേ? ആർക്കെങ്കിലും പറയാൻ വല്ലാത്തത്? ഇവിടെ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. കോവിഡ് ഇവരുണ്ടാക്കിയത് തന്നെയാണെന്നുള്ളത് അന്ന് മുതൽ പല ആളുകളും പല ഡോക്ടർമാരും ഇവിടെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു മാറി ഇത് ചെയ്തല്ലോ. ഓക്കെ, ഇനി ഉണ്ടെന്നിരിക്കട്ടെ. ഞാനിപ്പോ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. പക്ഷെ അതിന് ഉത്തരവാദി ആരാണ്? അത് സർക്കാർ കൊടുക്കണമല്ലോ. കാരണം അദ്ദേഹത്തിന്റെ കുഴപ്പങ്ങളുണ്ടല്ലോ സംഭവിച്ചത്. സർക്കാർ കൊടുക്കണ്ടേ? സർക്കാരിന്റെ ഉത്തരവാദി. ഇപ്പോ ഡൽഹി ഗവൺമെന്റ് ചെയ്യുന്നതെന്താ? പഞ്ചാബ് ഗവൺമെന്റ് എന്താ ചെയ്ത്? അവരെ നെല്ലെടുത്ത് അല്ലെങ്കിൽ ആ വിളവെടുത്ത് 24 hours അവരുടെ ബാങ്കിൽ പണം എത്തി. സാധിച്ചില്ലേ?
സർക്കാരിന് സാധിക്കുന്നില്ലേ? ഇതെന്താ ആരും കാണാത്ത, ഇതെന്താ ആരും പ്രചരിപ്പിക്കാത്ത എന്താണ്? ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പ്രചരിപ്പിക്കുന്നില്ല? നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം ഹൈലൈറ്റ് ചെയ്ത് ജനങ്ങളുടെ നിലയ്ക്ക് ഇറങ്ങേണ്ടത്.